സിനുവിനറിയാവോ, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വിമാനം റാഞ്ചിയിട്ടുണ്ട്. അല്ല, ഇന്ദിരാഗാന്ധി വിമാനം റാഞ്ചിയതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, അല്ലെ അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ വിട്ടു, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഞാൻ ഒരാളെ രണ്ടുപേരെ വിട്ടു, ഒരാളെ തല്ലാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ പറഞ്ഞു വിടുന്നു. അവർ വന്ന് സിനുവിനെ തല്ലുന്നു. ഞാനല്ലേ എൻ്റെ ആള്? അതെ. ഓപ്പറേഷൻ പ്രധാന പ്രതി ഞാനാണല്ലോ. അതെ. അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വിമാനം റാഞ്ചാനായിട്ട് തീരുമാനിച്ചത് വിശ്വസിക്കണ്ട, ഞാൻ പറയാം. 1978 ഡിസംബർ 20 വൈകുന്നേരം 5:46 126 യാത്രക്കാരുമായി കൽക്കത്തയിൽ നിന്ന് ലക്നൌവിലേക്കുള്ള എയർ ഇന്ത്യയുടെ IC 410 ബോയിങ് 743 വിമാനം പുറപ്പെടുന്നു. 1978 അടിയന്തരാവസ്ഥക്കാലമാണ്. ഇന്ദിരാഗാന്ധി ജയിലിലാണ്, മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രി. ഇത്രയും കൂടെ ഓർക്കണം. ആ വിമാനം അങ്ങനെ പറന്നുയർന്ന് ഡൽഹി വിമാനത്താവളത്തിന് ഏതാണ്ട് 15 മിനിറ്റ് കൂടെ ഫ്ലൈ ചെയ്താൽ ഡൽഹി വിമാനത്താവളം എത്തുന്ന സമയത്തിയപ്പോൾ വിമാനത്തിൻ്റെ 15ാം റോയിലിരുന്ന രണ്ട് ചെറുപ്പക്കാർ എണീറ്റു. വെള്ള വസ്ത്രം ധരിച്ചവരായിരുന്നു. അവർ നേരെ കോക്പിറ്റിനടുത്തേക്ക് നടന്നപ്പോൾ അവിടെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് GV ഡേ അവിടെ നിൽപ്പുണ്ടായിരുന്നു. GV ഡേ എന്നാണ് അയാളുടെ പറഞ്ഞു, ഞങ്ങൾക്ക് പൈലറ്റിനെ ഒന്ന് കാണണം, കോക്പിറ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കോക്പിറ്റ് കാണണം, ചിലരുടെയൊക്കെ ആഗ്രഹമാണ്, വിമാന പൈലറ്റുമാരിരിക്കുന്ന കോക്പിറ്റ് കാണണമല്ലോ. ഉടനെ GV ഡേ പറഞ്ഞു, എനിക്കത് അനുവദിക്കാൻ നിവൃത്തിയില്ല, ക്യാപ്റ്റൻ സമ്മതിക്കണം, പൈലറ്റാണല്ലോ വിമാനത്തിൻ്റെ അധികാരി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്നാൽ ഇയാളുടെ പേരെന്താ? GV ഡേ. GV ഡേ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ വളരെ പ്രമുഖരായ ഇന്ത്യയിലെ നേതാക്കന്മാരാണ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്, ഞങ്ങൾക്ക് കോക്പിറ്റ് ഒന്ന് കാണണമെന്ന് പൈലറ്റിനോട് പറയുമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഈ GV ഡേ എന്ന് പറയുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് കോക്പിറ്റ് തുറക്കുന്നു. അങ്ങോട്ട് കയറണമല്ലോ. കോക്പിറ്റ് തുറന്നപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? ഈ രണ്ട് ചെറുപ്പക്കാർ ഇയാളെ ഇടിച്ച് തള്ളിയിട്ട് കോക്പിറ്റിനകത്തേക്ക് കയറി പൈലറ്റിൻ്റെ മുറിയിലേക്ക് കയറിയിട്ട് വാതിലടച്ചു. ഒരാൾ പിസ്റ്റൾ എടുത്ത് പൈലറ്റിൻ്റെ കഴുത്തിന് വെച്ചു. പൈലറ്റ് MN ബാട്ടിവാലയുടെ കഴുത്തിൽ പിസ്റ്റൾ വെച്ചു. മറ്റേയാൾ ഒരു പൊതിഞ്ഞ തുണിക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, ബോംബാണ്, പൊട്ടിക്കും വിമാനം തകർക്കും. വിമാനം റാഞ്ചി, ഹൈജാക്ക്. ഇന്ത്യയുടെ ചരിത്രത്തിലെ 3ാമത്തെ വിമാന റാഞ്ചൽ. എന്നിട്ട് ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞു, വിമാനം തകർക്കും. ഈ വിമാനത്തിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ 3 പേരിരിപ്പുണ്ട്. ഇത്രയും 126 യാത്രക്കാരുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഈ വിമാനം IC 410 ഞങ്ങൾ തകർക്കും, ഉറപ്പാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു പൈലറ്റ് ചോദിച്ചു. ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ MN ബാട്ടിവാലയോട് അവർ പറഞ്ഞു, വിമാനം നേരെ നേപ്പാളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ലക്നൌവിലേക്ക് പോകാൻ ഡൽഹി എടുക്കാറായി, ഇനി നേപ്പാൾ വരെ പോകാനുള്ള ഫ്യൂവലില്ല എന്ന് MN ബാട്ടിവാല പൈലറ്റ് പറഞ്ഞു. അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടു, ഒരു കാര്യം ചെയ്യും, എന്താ ബംഗ്ലാദേശിലേക്ക് പോകുന്നു പറഞ്ഞു. അദ്ദേഹം പൈലറ്റ് പറഞ്ഞു, അതിനുള്ള ഫ്യൂവലില്ല, വിമാനം തകർന്നു പോകും, ഇനി എന്താ ചെയ്യാൻ പറ്റുക? അടുത്ത എയർപോർട്ട് എവിടെയാണ്? അടുത്ത എയർപോർട്ട് വാരണാസിയിൽ ഇറക്കാൻ പറഞ്ഞു. പൈലറ്റ് അടിയന്തരമായി വാരണാസിയിൽ എയർ ട്രാഫിക് കൺട്രോളിലൊക്കെ വിളിച്ചു. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഈ വിമാനം ഇറക്കാൻ അനുമതി വേണമെന്ന് പറഞ്ഞു. വാരണാസിയിൽ ഇറക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ യാത്രക്കാരിതൊന്നും അറിയുന്നില്ല. പക്ഷേ ക്യാപ്റ്റൻ അപ്പം തന്നെ ബൈക്ക് എടുത്തിട്ട് പറഞ്ഞു, യാത്രക്കാരുടെ അറിയിപ്പിലേക്ക് ഫ്ലൈറ്റ് നമ്പർ IC 410 ഈസ് ഹൈജാക്ഡ്. ഈ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ തട്ടിയെടുത്തവരുടെ ആവശ്യപ്രകാരം വാരണാസി എയർപോർട്ടിൽ ഇറങ്ങുകയാണ്. അപ്പോൾ 126 യാത്രക്കാരുണ്ട്. അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം. വിമാനം റാഞ്ചിക്കൊണ്ട് പോവുക, വിമാനം തട്ടിയെടുക്കുക, എന്നിട്ട് വിലപേശുക, ആളുകളെ കൊല്ലുക, ഇതൊക്കെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അത്തരമൊരവസ്ഥയിൽ പെട്ടുപോയ 126 പേരുടെ മാനസികാവസ്ഥ, ചിലർ നിലവിളിച്ചു, ചിലർ അലറിക്കറിഞ്ഞു, ചിലർ ബോധം കെട്ടു, ചിലർക്ക് ഹൃദയാഘാതത്തിൻ്റെ വക്കോളമെത്തി. അങ്ങനെ 126 മനുഷ്യരും മരണത്തെ മുന്നിൽ കണ്ട നിമിഷം. അങ്ങനെ വിമാനം അവസാനം ഇവർ പറഞ്ഞു, ഞങ്ങളുടെ പേര് ഭോലേനാഥ് പാണ്ഡെ, ദേവേന്ദ്ര പാണ്ഡെ. ഭോലോനാഥും ദേവേന്ദ്ര പാണ്ഡെയും, ഈ 2 പേരാണ് വിമാനം റാഞ്ചിയത്. ഇവരാരാണെന്ന് ചോദിച്ചാൽ ഇവർ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഡിമാൻഡ് ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, സഞ്ജയ് ഗാന്ധിക്കെതിരായ കേസുകൾ പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഈ വിമാനം ഞങ്ങൾ തകർക്കും. പിന്നെ വേറെ കാര്യത്തോട് പറഞ്ഞു, ഞങ്ങൾ ഗാന്ധിയന്മാരാണ്, അതുകൊണ്ട് യാത്രക്കാരെ നിങ്ങളെ കൊല്ലില്ല, പക്ഷേ നിങ്ങളെ വിടത്തില്ല.
വിമാനം വിടണമെങ്കിൽ, നിങ്ങളെ വിടണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്നിറക്കണം, സഞ്ജയ് ഗാന്ധിയെ വിട്ടയക്കണം. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ടാണ് ഗാന്ധിയന്മാർ വിമാനം പ്ലാൻ ചെയ്തത്. ആര്? ഗാന്ധിയന്മാർ. ആർക്ക് വേണ്ടി? ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി. ആരായിരുന്നു അവർ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ഓർമ്മയിൽ വെക്കണം. അങ്ങനെ വാരണാസിയിൽ വിമാനം ലാൻഡ് ചെയ്തു. അവർ പറഞ്ഞു, ഇവരാവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോട് സംസാരിക്കണം. മുഖ്യമന്ത്രിയുടെ പേര് രാം നരേഷ് യാദവ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. ഇതറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വാരണാസിയിലേക്ക് കുതിച്ചു വന്നു. മുഖ്യമന്ത്രി ആയിട്ട് ഇവർ വയർലെസ്സിൽ സംസാരിച്ചു. അപ്പോഴും ആവശ്യം പറഞ്ഞു, ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് വിട്ടയക്കണം, സഞ്ജയ് ഗാന്ധിക്കെതിരായ കേസുകൾ പിൻവലിക്കണം. രാത്രി മുഴുവൻ ഇവർ മുഖ്യമന്ത്രിയുമായിട്ട് വയർലെസ്സിലൂടെ ചർച്ച നടത്തി. അപ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി രാം നരേഷ് യാദവ് എന്ന UP മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അവരോട് ചർച്ചയൊക്കെ ചെയ്തോ, ഒരു കാരണവശാലും ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് വിടുക, സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ചർച്ച ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമ്മൾ തമ്മിൽ ചർച്ച നടത്തണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ, മുഖ്യമന്ത്രി നല്ല ബിരുദനായിരുന്നു രാം നരേഷ് യാദവ്, നമ്മൾ അധികം കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ചർച്ചയൊക്കെ ചെയ്യാം, ഒരു കണ്ടീഷൻ, ആ വിമാനത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും വിദേശികളെയും വിടണം, എങ്കിൽ മാത്രം ചർച്ച. ഇവരെന്ത് ചെയ്തു? സ്ത്രീകളെയും കുട്ടികളെയും വിദേശികളെയും വിട്ടയച്ചു. അങ്ങനെ രാത്രി മുഴുവൻ ചർച്ച നടന്നു. ചർച്ച നടത്തിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട് എഗ്രീയിങ്, പ്രൈം മിനിസ്റ്റർ സമ്മതിക്കുന്നില്ല, ഒരു കാരണവശാലും ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് വിടത്തില്ല, സഞ്ജയ് ഗാന്ധിക്ക് എതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ല. അപ്പോൾ ഇവർ ഈ കോൺഗ്രസ് ഹൈജാക്കർമാർ തളർന്നു. നേരം വെളുത്തു. ഏതാണ്ട് 6 മണിയൊക്കെ ആയപ്പോൾ വിമാനമാണേ അലൂമിനിയമാണേ, എൻജിൻ ഓഫാണേ, AC ഇല്ലേ, ചൂട്, ഭയങ്കര ചൂട്. അങ്ങനെ ആയപ്പോൾ ഇവർ ഈ ഹൈജാക്കേഴ്സ് പറഞ്ഞു, നമ്മുടെ പാണ്ഡേമാർ പറഞ്ഞു, വിമാനത്തിൻ്റെ സൈഡ് ഡോറുകൾ തുറക്കൂ എന്ന് പറഞ്ഞു. എയർ ഹോസ്റ്റസുമാരും അറ്റൻഡന്റുമാരും സൈഡ് ഡോറുകൾ തുറന്നു. അപ്പോൾ എന്ത് പറ്റി? അവിടെ നിന്ന് കുറേ ആളുകൾ അതിലൂടെ ചാടി, വിമാനത്തിൽ നിന്ന് ചാടി. നല്ല ഉയരമാണ്, മറ്റേ ലാഡറില്ലാതെ ഇറങ്ങാം, എന്നാലും രക്ഷപ്പെടാൻ വേണ്ടി അവർ ചാടി. ചിലരുടെ കാലൊക്കെ ഒടിഞ്ഞു, എന്തായാലും ചാടി കുറേ പേർ രക്ഷപ്പെട്ടു. അവസാനം നിവൃത്തിയില്ലാതെ ഇവർ ഈ 2 പേരും, ആരൊക്കെയാണ്? പാണ്ഡേമാർ. ഏതൊക്കെ പാണ്ഡെയാണ്? ഭോലേനാഥ് പാണ്ഡെ, ദേവേന്ദ്ര പാണ്ഡെ. ഈ 2 പേരും കീഴടങ്ങി. അങ്ങനെ ഇന്ദിരാഗാന്ധി സിന്ദാബാദ്, സഞ്ജയ് ഗാന്ധി സിന്ദാബാദ്, ജനതാ സർക്കാർ മുർദാബാദ്, മൊറാർജി ദേശായി മുർദാബാദ് എന്ന് പറഞ്ഞ് അവർ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പോലീസിന് കീഴടങ്ങി. ആര് നടത്തിയ വിമാന റാഞ്ചലാണ്? ഗാന്ധിയന്മാർ. ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് നടത്തിയ വിമാന റാഞ്ചൽ. അതായത് സ്വന്തം നേതാവിനെ ജയിലിൽ രക്ഷിക്കാൻ വേണ്ടി 126 യാത്രക്കാർ ഉള്ള വിമാനം ആകാശത്ത് വെച്ച് തട്ടിയെടുത്ത് വിലപേശി തോക്കും ബോംബും കാണിച്ചു. പിന്നീട് പറഞ്ഞു കളിത്തോക്കായിരുന്നു, ബോംബാന്ന് പറഞ്ഞ് കാണിച്ചത് ക്രിക്കറ്റ് പന്തായിരുന്നു എന്നും കണ്ടെത്തി. എന്നാൽ പോലും അത്രയും മനുഷ്യരെ പാനിക്കാക്കി ഒരു രാജ്യത്തിൻ്റെ വിമാനം തട്ടിയെടുത്ത പാരമ്പര്യമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്, ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി. ആ ഇന്ദിരാഗാന്ധിയാണ് ഭാരതത്തിൻ്റെ മാതാവ് ദുർഗ, വാജ്പേയി ദുർഗ എന്നാണ് വിളിച്ചതെന്ന് പറയുന്നത്. വാജ്പേയിയുടെ വീഡിയോ ലഭ്യമാണ്, ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, ഇവന്മാർ കള്ളം പറയുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഈ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ വേണ്ടി പറയുന്നത് ഇന്ദിരയെ കണ്ടുപിടിക്കുന്ന, ഇന്ദിരയും ബൂട്ടോയും കൂടെ മുറിയടച്ചിരുന്ന് ചർച്ച നടത്തിയതിനെക്കുറിച്ച് അങ്ങനെയാണ് സിംല കരാർ ഉണ്ടായതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. അതവിടെ നിൽക്കട്ടെ, വീണ്ടും നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ കുറച്ചുകൂടെ പറയും, കാരണം ഇനി പറയിപ്പിക്കുകയാണ്, ഇനിയും നമുക്ക് പറയേണ്ടി വരും. എന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, കോൺഗ്രസ്സുകാർ പറയും അതൊക്കെ അവർ സ്വന്തം നിലയ്ക്ക് ഇതാന്നേ, അവർക്ക് പാർട്ടിയായിട്ടൊന്നും ഒരു ബന്ധമില്ലെന്നേ, ഇന്ദിരാഗാന്ധി ഒന്നും അറിഞ്ഞിട്ടില്ലെന്നേ എന്ന് വേണേൽ പറയാം. അങ്ങ് പറയാൻ വരട്ടെ, ബാക്കിയുടെ കേൾക്ക്. അങ്ങനെ 9 മാസം, ഈ സംഭവം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞപ്പോൾ മൊറാർജി സർക്കാർ വീണു. പിന്നെ പ്രധാനമന്ത്രിയായത് ചൗധരി ചരൺ സിംഗ് ആണ്. ഇന്ദിരാഗാന്ധി ജയിൽ മുക്തയായി. ജയിൽ മുക്തയായതിനു ശേഷം എന്ത് സംഭവിച്ചെന്നറിയോ? സാധാരണ വിമാനം റാഞ്ചലിന് വധശിക്ഷയാണ് കിട്ടുന്നത്. ഹൈജാക്കിന് വധശിക്ഷ, ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാവുന്ന കേസാണ് വിമാന റാഞ്ചൽ കേസ്. പക്ഷേ ഇന്ദിര ജയിൽ മോചിതയായി, ഇന്ദിരയ്ക്ക് സ്വാധീനമുള്ള സർക്കാർ വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്നറിയോ? ഭോലേനാഥ് പാണ്ഡെയുടെയും ദേവേന്ദ്ര പാണ്ഡെയുടെയും പേരിലുള്ള കേസുകൾ പിൻവലിക്കപ്പെട്ടു. എന്ത് കേസാണ്?
രാജ്യത്തെ ഒരു വിമാനം റാഞ്ചിയതിൻ്റെ പേരിലുള്ള കേസ്. എന്തിനാ വിമാനം റാഞ്ചിയത്? ഇന്ദിരാഗാന്ധിയെ വിട്ടയക്കണം, സഞ്ജയ് ഗാന്ധിയെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് വിമാനം റാഞ്ചിയ കേസിലെ പ്രതികളെ ആ കേസ് പിൻവലിച്ച് വിട്ടയച്ചു. ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്കൊപ്പം മനസ്സറിവില്ല? ഇല്ല? ഉണ്ടോ സിനു? ഉറപ്പായിട്ട് മനസ്സ് തീർന്നില്ല. 1980 ഉത്തർപ്രദേശ് ഇലക്ഷൻ, രണ്ടുപേരും സ്ഥാനാർത്ഥികളായി. ആര്? ഭോലേനാഥും ദേവേന്ദ്ര പാണ്ഡ്യയും. 80 മുതൽ 85 വരെയും 89 മുതൽ 91 വരെയും 2 ടേം ഭോലേനാഥും ദേവേന്ദ്ര പാണ്ഡ്യയും ഉത്തർപ്രദേശിൽ MLA-മാരായി. ഇനിയും തീർന്നില്ല. ദേവേന്ദ്ര പിന്നീട് എന്തായെന്ന് അറിയോ? ദേവേന്ദ്ര പാണ്ഡ അടുത്ത കാലം വരെ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇനിയും തീർന്നില്ല. ഭോലോനാഥോ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് AICC സെക്രട്ടറി ആയി. അപ്പം ചെയ്ത പ്രവർത്തിക്ക് നല്ല പ്രതിഫലം കിട്ടിയല്ലോ. അപ്പോൾ ഇവരാണ് രാജ്യസ്നേഹം, ജനങ്ങളുടെ സ്നേഹത്തെ, ജനങ്ങളുടെ ഭാവി, സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എന്തിനും മടിക്കാത്ത പാർട്ടിയാണെന്ന് അറിയാൻ വേറെ ഉദാഹരണം പറയാം. നമ്മുടെ യാസിൻ മാലിക് ഇല്ലേ, ഭീകരൻ, കാശ്മീരി ഭീകരൻ, കാശ്മീരിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെയും 100 കണക്കിന് ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുന്ന വീഡിയോകൾ ഇപ്പോഴും ലഭ്യമാണ്. ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയി അറക്കവാളിനെ അറുത്ത് കൊന്ന കേസിലെ പ്രതിയാണ്, ജയിലിലാണിപ്പോൾ. ഈ യാസിൻ മാലിക്കിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തൻ്റെ വസതിയിൽ വെച്ച് സൽക്കരിച്ചിട്ടുണ്ട്. ചിത്രമുണ്ട്, പലതവണ നമ്മൾ കാണിച്ചുകൊണ്ട് വീണ്ടും കാണും, പല വീഡിയോകളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നെറ്റ് നോക്കിയാൽ യാസിൻ മാലിക് വിത്ത് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് നടിച്ചാൽ കിട്ടും. ഇനി സക്കീർ നായിക്കില്ലേ, സക്കീർ നായിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒസാമ ബിൻ ലാദനെക്കുറിച്ച് ഒസാമ ജി എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? കോൺഗ്രസിൻ്റെ വലിയ നേതാവായ ദിഗ് വിജയ് സിംഗ്. ഒസാമ ജി. തീർന്നില്ല. ഈ ഭീകരനായ യാസിൻ മാലിക് സാഹേബ് എന്ന് വിളിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വലിയ നേതാവായ ദലാൽ. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ദശാഭിമാന പുള്ളക്കിതരായിട്ട് നരേന്ദ്രമോദി കുറ്റം പറയുകയാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും BJP-കാരൻ, RSS-കാർ വിമാനം തട്ടിയെടുത്തിട്ടുണ്ടോ? ട്രെയിൻ തട്ടി, ഒരു കാറെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? ഇതൊക്കെ മൂടി വെക്കപ്പെട്ട ചരിത്രങ്ങളാണ്. ഇതിനൊക്കെ രേഖയുണ്ടോയെന്ന് ചോദിച്ചാൽ രേഖയുണ്ട്. ഇത് നമ്മൾ ഡേറ്റ്, പേര് ഒക്കെ വെച്ചിട്ടല്ലേ പറയുന്നത്. കോൺഗ്രസിന് ഇങ്ങനൊരു ചരിത്രമുണ്ട്. കോൺഗ്രസിന് അധികാരം കിട്ടാൻ വേണ്ടി എന്തു വൃത്തികെട്ട കളിയും ഏതു ഭീകരവാദിയുടെ കൂടെ ചേരാനും തയ്യാറായിട്ടുള്ള പാരമ്പര്യം കാണിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അവർക്ക് അധികാരം മാത്രമാണ് ലക്ഷ്യം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, എന്തു നെറുകേട് കാണിക്കാനും, രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനും, ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാനും മടിയില്ലാത്ത പാരമ്പര്യം നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെ കാണിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെയാണ് ഇവിടെ നിന്ന് ചില ആളുകൾ ന്യായീകരിക്കുന്നത്. ഇതൊക്കെ മറന്നുപോയ ഏടുകളാണ്, ഓർമ്മയുള്ള ആളുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ നോക്കുന്നത്, ഇത് രാവിലെ ഞാൻ വായിച്ചത് നമ്മുടെ ഭാസ്കരൻ നായർ അജയൻ എന്ന് പറഞ്ഞൊരു ബ്ലോഗറുണ്ട്. അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സമീപകാലത്ത് ഇന്ദിരാഗാന്ധി മാത്രമല്ല, യാസിൻ മാലിക്കിൻ്റെ കാര്യവും മൻമോഹൻ സിംഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അക്കമിട്ട് നിരത്തി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പൊന്തി വരിക. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും ഒറ്റുകൊടുത്ത, തങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ 3ാമത്തെ വിമാന റാഞ്ചൽ നടത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ്. IC-410, ബോയിങ് 743. കോൺഗ്രസ്സുകാർ മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.